റമദാൻ വിരുന്നിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ, മെട്രോ മെഡിക്കൽ സെൻറ്റർ. ഈ റമദാൻ മാസത്തിൽ നമുക്ക് ചില ദുശീലങ്ങളുണ്ടാവും, അതായത് നമ്മളെ ചില ബാഡ് ഹാബിറ്റ്സ്, അത് മാറ്റാനും കൂടിയുള്ള ഒരു അവസരമാണ് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അത് മാക്സിമം നമ്മൾ മുതലെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സ്മോക്കിംഗ് തന്നെയാണ്. നമ്മൾ സ്മോക്കിംഗ് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുഭാഗത്ത് ഉള്ള ആളുകൾക്കും, നമ്മുടെ കുടുംബത്തിലും കുട്ടികൾക്കും ഭാര്യയ്ക്കും ഒക്കെ അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അത് തർക്കമില്ലാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടുള്ളതാണ്. ഏകദേശം 700ഓളം കെമിക്കൽസ് അതിനകത്തുണ്ട്. അതിൽ 250ഓളം വളരെ ടോക്സിക് ആയിട്ടുള്ളതാണ്. അതിൽ ഒരു 70ഓളം ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാസീവായിട്ട് ഒരു 8 മില്യൺ ആളുകൾ ഓരോ വർഷവും പുകയില ഉപയോഗം കൊണ്ട് മരിക്കുന്നുണ്ട്. ഇതിൽ 1,60,000 ആളുകൾ പാസീവ് സ്മോക്കിംഗ്, അവരാ പുക വലിച്ചിട്ടല്ല, പക്ഷേ അവരുടെ ആ പുക വലിക്കുന്നതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവർ അടുത്തുണ്ടായതുകൊണ്ട് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. നമ്മൾ ആക്റ്റീവായിട്ടല്ല, പക്ഷെ മറ്റുള്ളവർ വലിക്കുന്നതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്നവരാണ്. ഇതിൽ 65,000 കുട്ടികളാണ്. പിന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ പുക വലിക്കുകയോ അല്ലെങ്കിൽ പാസീവായിട്ട് പുക വലിക്കുന്ന ഭർത്താവോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നത് ശ്വസിക്കുന്നത് മൂലം കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ചിലപ്പോൾ പ്രീമച്വർ ഡെലിവറി വരാം. പ്രീമച്വർ എന്ന് പറഞ്ഞാൽ മാസം തികയാതെ പ്രസവിക്കുക എന്നുള്ളതാണ്. മാസം തികയാതെ പ്രസവിച്ചാൽ ആ കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ലങ് മെച്യൂരിറ്റി വന്നിട്ടില്ല, അപ്പോൾ ശ്വാസ തടസ്സം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വെന്റിലേറ്ററിലൊക്കെ നിയോനെറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടത്തേണ്ടി വരും. കുറേ ദിവസം അങ്ങനെ നമ്മൾ കഴിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ തന്നെ കുഞ്ഞിന് പരിപൂർണമായുള്ള ആരോഗ്യം ലഭിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ അവർക്ക് ലങ്സിൽ പ്രശ്നം ഉണ്ടാവാം, തലച്ചോറിൽ ഓക്സിജൻ കിട്ടാത്ത വിധത്തിൽ ഉള്ള പ്രശ്നം ഉണ്ടാകും, സെറിബ്രൽ പാൾസി എന്നൊക്കെ പറഞ്ഞിട്ട് മസിലിനും നെർവിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു ഭാഗത്ത്. മറ്റൊന്ന്, അവർക്ക് ചിലപ്പോൾ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ക്ലഫ്റ്റ് ലിപ്പ് എന്ന് പറയും. ക്ലഫ്റ്റ് ലിപ്പ് എന്ന് പറയുമ്പോൾ ഈ മുറിച്ചുണ്ട്, ഈ ചുണ്ട് ഇങ്ങനെ വിടുന്നിരിക്കുക. അതിലെ വായിലെ പാലറ്റ് എന്ന് പറയും, മുകൾ ഭാഗത്തുണ്ടാകുന്ന അതിലെന്തെങ്കിലും വിടവ്, ഈ ചുണ്ടിലുണ്ടാകുന്ന വിടവ്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് പാസീവ് സ്മോക്കിംഗ് കൊണ്ടുള്ള ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ പുക വലിച്ചാലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നുള്ളത് നമുക്കറിയാം. പിന്നെ മറ്റ് കാർഡിയോവാസ്കുലർ, അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള, പ്രഷർ കൂട്ടും, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ക്യാൻസർ, ലങ് ക്യാൻസർ 70% ചാൻസ് അതുണ്ട് പുകവലി മൂലമാണ്. മറ്റ് ക്യാൻസറുകൾക്കും ഇതിനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ ഈ പുകവലിക്കുന്നത് ഈ പുകവലിക്കുന്ന ആൾക്കും ചുറ്റുഭാഗത്തുള്ള ആൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ തർക്കമില്ലാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ നോമ്പ് സമയത്ത് നമ്മൾ ഏകദേശം 12-13 മണിക്കൂർ, അല്ലാതെ ആ സമയം നോമ്പ് തുറക്കുന്നത് മുതൽ, നോമ്പ് നമ്മുടെ സുഹൂർ മുതൽ നമ്മൾ ഇഫ്താർ വരെയുള്ള സമയം നമ്മൾ പുകവലിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ആ സമയത്ത് നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാവാം, ഈ പുകവലി ഉണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണം വരാം. പുകവലി, അത് നിക്കോട്ടിൻ എന്നുള്ള വസ്തുവാണ് ഇതിനകത്ത് നമുക്ക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ നിക്കോട്ടിൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കുറവ് വരുമ്പോഴാണ് നമുക്ക്, ഏതൊരു അഡിക്ഷനും അങ്ങനെ തന്നെയാണ്, അതായത് ആ ഒരു അഡിക്ഷൻ ആക്കുന്ന സാധനം നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുകവലി നിർത്താനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സമയം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ പകൽ മുഴുവൻ വലിച്ചിട്ടില്ല, പിന്നെ രാത്രിയും വലിക്കാതിരുന്നാൽ ഇത് നമുക്കൊരു 3-4 ദിവസം കൊണ്ട് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുകയും നമുക്ക് പുകവലിയിൽ നിന്ന് മുക്തമാകാൻ സാധിക്കുകയും ചെയ്യും. പല മെത്തേഡുകളുണ്ട് പുകവലി നിർത്താനുള്ളത്, നിക്കോട്ടിൻ പാച്ച്, അങ്ങനെ പലതും അതുണ്ട്. പക്ഷേ അതിലേറ്റവും കോൾഡ് ടർക്കി എന്ന് പറയുന്നത് അത് ഏറ്റവും പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. അതാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക.